ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ഒരു ഈവനിങ് ആഫ്റ്റർനൂൺ ബ്ലോഗൊക്കെ ആവും. അതിനു മുമ്പ് നമുക്ക് ബ്ലോഗ് തുടങ്ങണേ മുന്നിട്ടല്ലോ. ഇത്രയും ദിവസം ഇതിപ്പോ 3-ാമത്തെ ദിവസമായി. ഒരു 3 ദിവസം ബ്ലോഗിങ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാനേ പറ്റിയിട്ടില്ല. ഞാനൊരു ലൂപ്പിൽ പെട്ട അവസ്ഥയാണ് ഗൈസ്. ഇതാണ് ലൂപ്പ്. എന്റെ പൊന്നും ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഈ ബുക്കിനെ ഫസ്റ്റ് ഞാൻ ഈ ബുക്കിനെ കുറിച്ച് കേട്ടപ്പോ എനിക്ക് ഈ വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെ വെറുതെ ഇരിക്കല്ലേ, എൻ്റെ ഫോണാണെങ്കിൽ ചാർജർ ഒന്ന് കേടായ അവസരത്തിൽ ഞാൻ ഈ ബുക്കൊന്ന് അപ്രതീക്ഷിതമായി ഒന്ന് എടുത്തു വായിച്ചു തുടങ്ങി. ഇപ്പൊ ഫസ്റ്റ് ഒരു പേജൊക്കെ വെച്ചാൽ വലിയ ഗുമ്മൊന്നും തോന്നിയില്ല. പിന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇത് ഞാനിപ്പോ ഏതാണ്ട് ഒരു ലൂപ്പിലാ. രാത്രിയില്ല, പകലില്ല, തുറ്റിയില്ല, ഉറക്കമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലിരുന്ന് വായിച്ചോണ്ടിരിക്കുന്നത്. എൻ്റെ വായിച്ച് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ കണ്ടിന്യൂസ് ഇരുന്ന് വായിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ. അത് കാരണം കുറേയൊക്കെ വായിച്ച് മുക്കാ ഭാഗമായി. ട്വിസ്റ്റിന്റെ അതിമോള് വന്നപ്പോഴാണ് ഇവള് വന്നത്. ഇവളാണ് ഇത് വായിച്ചും കഴിഞ്ഞതാ. എന്നിട്ട് ഇവളുണ്ടല്ല ഇപ്പൊ അതിന്റെ ഓരോരോ ഭാഗങ്ങൾ അവിടെ പോലെയാ. ഇവള് എനിക്ക് ലാറ്റാക്ക് നിന്റെ മമ്മീനെ ഞാൻ മുൾമുനയിൽ നിർത്തി, ആകാംക്ഷയുടെ മുൾമുനയിൽ. ഓ, ഒരു രക്ഷയില്ലാത്ത ബുക്കാട്ടോ. ഇത് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി വായിച്ചോ. ബാക്ക് പേജൊക്കെ മൈക്കിൽ കീറിക്കളഞ്ഞതാണ്. ഏകദേശം എന്റെ 14 എത്തി വായിച്ചു. ഞാൻ വായിച്ചാണ് ഈ ബുക്ക് ഇത്രയും കോലാക്കിയത് കേട്ടോ. പക്ഷെ ഇത് വായിക്കാത്ത ഒരു പെമ്പിള്ളേരുണ്ടെങ്കിൽ നഷ്ടമായിരിക്കും നിങ്ങൾക്ക്. അത്രയ്ക്കും നഷ്ടമാണ്. ഇത് വായിക്കണമെങ്കിൽ അത്രയ്ക്ക് സമയമൊക്കെ ഉള്ളവരും ഇരുന്ന് വായിക്കണം. വായിച്ചു തുടങ്ങിയത് മുഴുവനാക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലൊക്കെ ഭയങ്കര ഒരു പ്രയാസം. ഇതിന്റെ ട്വിസ്റ്റ് അറിയാനുണ്ടല്ല, ഭ്രാന്തായ പോവും. ഇവളാ ലൂപ്പിത് ഇറങ്ങി വന്നിട്ടുള്ളോ. ഞാനിപ്പോ ആണല്ലേ, ഞാനിപ്പോ ഈ ലൂപ്പിലാണ് പെട്ടിരിക്കുന്നേ. അയ്യോ, അത്ര വലിയ ബുക്ക് വായിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ ഇതൊരു മാതിരി ബുക്കായി പോയി. അമ്മ തന്നെ പറയാ ഇവൾക്ക് അമ്മ ഇവളോട് പറയാ ഇവൾക്ക് ഭ്രാന്ത്. എനിക്ക് ഓൾറെഡി ഭ്രാന്ത് ഉണ്ടല്ലോ, അത് കാരണം പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ എന്തായാലും ഇത് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കഥ പറയണ പോലെ ഞങ്ങൾ ബുക്കുകൾ വായിക്കുന്നു, അതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നു, ചർച്ച ചെയ്യുന്നു. അപ്പൊ ഇവളുടെ അമ്മയോട് നോക്കിയിട്ട് പറയും രണ്ടിനും പിരിയ. അത്രയ്ക്കും ഇതിപ്പോ ഏറ്റവും ഫേവറേറ്റ് ബുക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും നാൾ വരെ ഇഷ്ടപ്പെട്ട ബുക്കുകളിൽ കുറെയൊക്കെ ആൽക്കമിസ്റ്റ് ഒക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ സാധനം ഒരു രക്ഷയില്ലാത്ത സാധനമാട്ടെ. ഇതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഇത് വായിച്ചിട്ടുള്ളവർ എന്തായാലും കമന്റ് അടിക്കണം. ഇത് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടിരുന്ന് വായിക്കണം. ആമ്പിള്ളേരും വായിച്ചോളൂ. കുറെയൊക്കെ പെമ്പിള്ളേരുടെ സൈക്കോളജി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സഹായകമാകും. പെമ്പിള്ളേർ ഇത്ര പാവം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോവും. അങ്ങനെ എന്തായാലും അടിപൊളി സ്റ്റോറിയാണ്. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യാൻ വായിച്ചാക്കണം. അപ്പൊ അതേ നമ്മള് എന്ത് സംഭവിച്ചു നീ പൊടി തന്നെ അവള് തുടങ്ങി. അവള് മറ്റേ ഇതിന്റെ ഏഷ്യാനെറ്റിന്റെ പ്രൊമോ എന്നൊക്കെ പോലെ വായിക്കുന്ന വന്നപ്പോ നമ്മൾ ശർക്കര വരട്ടി മേടിച്ചിരുന്നു. ചക്കപ്പേരില്ല കായപ്പേരി മേടിച്ചിരുന്നു. അതും വായിച്ചതെങ്കിലും കുഞ്ഞുമണിക്കും പാലക്കൊത്തിപ്പ് കുഞ്ഞുമണി ഇരിക്കാണ്. മൈക്കിൾ ബേബി അവിടെ നിന്ന് കളിക്കാൻ കേട്ടോ. എന്നിട്ട് അപ്പൂസിന് ക്ലാസ് ഉണ്ട്. അപ്പൂസ് ക്ലാസ്സിൽ പോയേക്കാം. ഇന്നിപ്പോ പോളിയോ എടുത്തിട്ട് 3-ാമത്തെ ദിവസമായി. ഇന്നേക്ക് പനിയൊക്കെ ഒന്ന് നോർമലായി ഓക്കെ ആയി വന്നിട്ടോ കുഞ്ഞുമണി. എനിക്ക് 2 ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. വെച്ചാൽ ബാക്കിയുള്ള പിള്ളേരെ പോലെ വാശിയില്ല. എന്നാലും ആൾക്ക് കുട്ടിയുടെ എന്റെ പോലെ അല്ലേ, എന്ത് ചെയ്യാനാ, ഇവിടെ പോലൊക്കെ ആയിരിക്കണായിരുന്നു. അബിയുടെ പോലെയാണ് കുട്ടി കാണാനോ, അബിയുടെ പോലെയാ സ്വഭാവം. അതെനിക്ക് പറയാൻ പറ്റില്ല. ഇത് ഭയങ്കര കാം ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരു ബേബി. എന്താ നിങ്ങളൊക്കെ പറയുന്നേ? ഒരു പ്രശ്നമില്ല. ഞാൻ ഭയങ്കര പാവാണ് ഗൈസ്. പക്ഷെ ഇവരെല്ലാരും പറയുന്നത് ഞാൻ ഭയങ്കര സാധനം വന്നാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഐ ഡു അല്ലേ. മാമി അബി പാവാണ് ശരിക്കും. ശരിക്കും പാവമാണ്. അമ്പുര തരാം, പേഷ്യൻസ് ഉണ്ട്. പാവ തരാം. ഇത് തരാം, അമ്പുര തരാം. പറഞ്ഞ എന്ത് വേണമെങ്കിലും പറയാമല്ലേ കുഞ്ഞുമണി. അയ്യോ, മൈക്കിൾ ബേബി വന്നിട്ട് എന്തോ പറയാൻ വന്നിട്ട് പോയല്ല. മൈക്കിൾ ബേബി പറയ് ഐ ലവ് യു. ശബ്ദം വന്നിട്ടുണ്ട്. ഓടിയേ അമ്മ ഓഫ് ചെയ്യാൻ പോന്നെ. അമ്മ വന്നു. കളിച്ചോണ്ടിരിക്കുക. ആളെന്നെ പായ വിരിച്ചിട്ട് ആളെന്നെ JCB ഒക്കെ വെച്ച് ആളെന്നെ ഇരുന്ന് കളിച്ചോണ്ടിരിക്ക. അന്റെ മോനെ ഇതിനെ കറിഞ്ഞ പൊന്നെ എന്റെ മോൻ ഇഷ്ടമുള്ളൂ. ഇത്തോ
ഇന്നാളെ ഇപ്പൊ വന്നപ്പോ കൊണ്ടുവന്ന JCB കേട്ടോ ആ പച്ച കിടക്കുന്നത്. പച്ചൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാ JCB കണ്ട് കണ്ട് മടുത്തു, ഇനി വരുമ്പോ പുതിയ പുതിയ കളിപ്പാട്ടങ്ങൾ മേടിച്ചോണ്ടാ പറയുന്നേ. എല്ലാവർക്കും മടുത്തു തുടങ്ങി JCB കണ്ടിട്ട്. ഇവിടെ കുഞ്ഞിപ്പെണ്ണ് പിന്നെ ഉറങ്ങി. കുഞ്ഞിപ്പെണ്ണ് സ്ലീപ്പിംഗ് ബേബി. മൈക്കിളിനെ കാണാനില്ല ഗൈസ്. മൈക്കിൾ എവിടെ പോയി? ഇത് മറ്റേ സലികുമാറും മറ്റേ പശുവിന്റെ തോലെടുത്താക്കി പോവാ. ദേവോ ദേവോ അയ്യോ എന്റെ മോ വീടുടി. തണുക്കണ്ടി വേഗം പൊതിപ്പിക്കടി. ബേബിക്ക് തണുക്കണു. എവിടെ മൈക്കിൾ എവിടെ? വല്യപ്പ നിന്റെ അമ്മ വിളിക്കുന്നുണ്ട്. ഗൈസ് മൈക്കിൾ ബേബിന് ഉറുമ്പ് കുത്തി അമ്മ തല കറങ്ങി വീണു. മൈക്കിൾ ബേബിനെ ഈ ഇവിടെയും കൈയുടെ ഇവിടെയും എന്തോ ഉറുമ്പ് കടിച്ചു കേട്ടോ. അയ്യോ എന്റെ മോനെ എന്തോ കടിച്ചേ. ഒന്നുമില്ല. അമ്മമ്മ പിന്നെ നിലത്ത് കിടക്കണ്ടായിരുന്നു തല കറങ്ങി. ഈ ലോകവും പരലോകവും കണ്ടിരിക്കുന്നു. അയ്യോ അമ്മാമ്മ തലകടിക്ക് വീണു. കുഞ്ഞൂസിനെ അവിടെ കിട്ടി ഞാൻ ഓട്ടോടി അമ്മയുടെ ബഹളം കേട്ടിട്ട്. കുഞ്ഞൂസ് നീ അനാഥമായി ഈ കുത്തിയാ കുത്തി അമ്മോട് പെണ്ണിന് മണിയത് ഈ കുത്തിയാണോ? അമ്മോട് പെണ്ണത് സ്വർണ്ണക്കട്ടയാണെങ്കിൽ കുഴപ്പമില്ലുണ്ട്. സ്വർണ്ണക്കട്ട സ്വർണ്ണപ്പല്ലണ്ടി പുഴിപ്പല്ലല്ല പള്ളൊക്കെ ഞങ്ങള് ചേർന്ന കുത്തിയേ. ഇവിടെ കുത്തിയത് മോള് ചെവിയൊക്കെ അടിച്ചു ചുമന്നു. ബൈക്കിൽ ആനേനെ പേടിയില്ല, സിംഹത്തിനെ പേടിയില്ല, പക്ഷെ ബൈക്കിൽ ആകെ പേടിയുള്ളത് നീ നമ്മുടെ കുടുംബത്തിന്റെ വില കളയും. ബേബി എങ്കിലും ചൂടുകുരു പൊന്തിട്ടുണ്ട്. ഇപ്പൊ കലാമിലോഷനൊക്കെ പറ്റി കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക്. ഇത് പുള്ളിയുടെ കൊള്ളാണ് മീൻ പിടിക്കാനുള്ളത്. അയ്യേത് ഞാൻ വിചാരിച്ച് തുടച്ചിട്ട് ആളുടെ കൊള്ളടത്. ഈ സൈഡിൽ നിന്ന് ഞങ്ങള് മീൻ പിടിക്കും. ഓ സാർ സാർ രണ്ട് ഷാക്കിനെ പിടിക്കും. ഷാക്കിനെ ഷാർക്കായിക്കോട്ടെ. മീമിനെ പിടിച്ചോളൂ. ഷാർക്കാണ് ആൾക്ക്. മിക്സ്ഡ് ആണ് ആള് മലയാളം പറയും ഇംഗ്ലീഷും പറയും. അന്റെ കുഞ്ഞിപ്പെണ്ണ് എന്ത് പറയും? നല്ല ബഹളം കേട്ടപ്പോ കുഞ്ഞിപ്പെണ്ണ് നല്ല ചീത്ത പറയും ഇങ്ങനെ പോയി. ഒരു സ്വൈര്യം തരുന്നില്ലല്ലേ? കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങാന്ന് വെച്ചതാ. കുഞ്ഞിപ്പെണ്ണിന് ഈ ഡ്രസ് ചെറുതായി. അപ്പൊ അമ്മമ്മൂടെ എന്ത് ചെയ്തു വെച്ചപ്പോ അമ്മ കത്തിരിക്കെടുത്തിട്ടുണ്ടല്ല. കള്ളാസിന്റെ ഡ്രസ് പോലെ ആക്കി വെച്ചു. പിന്നെ രാത്രിയിൽ വെച്ച് ഞങ്ങൾ ഇത് ഇട്ട് കൊടുത്തു. ഇങ്ങനത്തെ കുഞ്ഞുഷി നാളെ ഞങ്ങൾ കുളിച്ചല്ലോ. ഞങ്ങക്ക് കുഞ്ഞിപ്പെണ്ണെ നിനക്ക് നന്നായി ചേരുന്നു. ഞങ്ങൾ ഈ ലാവൻഡർ കളർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാണ്. എന്റെ മോണിസ്ഥാണോ? കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവര് സംഘായിട്ട് എന്താ ഏത് വേണ്ടത്? ഓ അത് അതെടുക്കാനല്ല, ആ സ്ക്രബ്ബർ കിടക്കണുണ്ട്. അത് സ്ക്രബ്ബർ നീനാക്കാനോ? വേണ്ട, അത് വേണ്ട. ഉറുമ്പുണ്ട് ഉറുമ്പ്. അയ്യോ ഉറുമ്പിന് ഭയങ്കര പേടിയാ. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ആനാന്നും പറയുമ്പോ പേടിക്കണ പോലെ കേട്ടാ. എനിക്ക് മനസ്സിലായി. അമ്മേനെ നോക്കി നടക്കട്ടാ. അമ്മമ്മ എവിടെ പിന്നെ? അമ്മമ്മ എവിടെ? അമ്മമ്മ ഇപ്പൊ വരും. അമ്മമ്മേനെ നോക്കാൻ പോവാൻ പാ. അമ്മമ്മ എവിടെ നോക്കിട്ട് വരാം പാ. അമ്മമ്മേ അതേ അമ്മമ്മ പോണ് വരാൻ. അവിടെ ഉറുമ്പിട്ടുന്ന്. ചോദിക്കട്ടാ. നാനി ആവട്ടെ അമ്മമ്മ. നാനി 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 അതന്നെ. നാനി നാനി നാനി
കഴിക്കണി ഒക്കെ തന്നെ ചുട്ട് കഴിച്ചാ ഇത് മറ്റേ സിനിമയില് മോഹൻലാൽ നീച്ചനെ കാണുമ്പോ ഭ്രാന്താവില്ലേ അതുപോലെ അമ്മാമ്മയ്ക്ക് ഭ്രാന്തായി. എന്റെ മോന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് അറിയോ വല്ലതും അവിടെ അച്ചാച്ചൻ വന്നിട്ട് നമുക്ക് മരുന്നിടണം, മരുന്നിട്ടിട്ട് കൊല്ലണം. ആ കേറി കേറി വരുന്നു വീണ്ടും കണ്ടാ അമ്മീ അച്ചാച്ചൻ വരട്ടെ, അച്ചാച്ചൻ വന്ന് കൊല്ലണം. കാലിനടുത്തുണ്ട്. അയ്യോ കാലിനെടുത്തിട്ട് കാല് ബുക്ക്. അയ്യോ എന്റെ മോടെ കാല് പൊടി. നല്ല ബഹളം കിട്ടിയപ്പോ കുഞ്ഞിപ്പെണ്ണ് വേഗം കിടന്നിറങ്ങി. എന്റെ മമ്മി ഇങ്ങനെയാണ്, ബഹളം മാത്രമേ ഉള്ളൂ.